വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണീസ് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും മയണീസ് ഇഷ്ടമാണ്, എസ്പെഷ്യലി പിള്ളേർക്ക്. ബ്രെഡ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോഴോ എന്തിലും നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് മയണീസ് എല്ലാവർക്കും ഇഷ്ടമാണ്. കോൾസ്ലോ ഉണ്ടാക്കാം. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണീസാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പച്ച മുട്ടയാണ് ഉപയോഗിക്കാറ്. പച്ച മുട്ട ഉപയോഗിച്ചാൽ ഒരു വളരെ ലിമിറ്റഡ് ടൈമേ അതിരിക്കത്തുള്ളൂ. അത് അഴുക്കാവും. അതുകൊണ്ടാണ് മയണീസൊക്കെ കഴിച്ച് ചില സാൻഡ്വിച്ച് കഴിക്കുന്നവർക്ക് വയറ്റിൽ അസുഖമൊക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പുഴുങ്ങിയ മുട്ട വെച്ചാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. കോൾസ്ലോ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കൊളസ്ട്രോ ഒക്കെ നല്ലതാണ് സാൻഡ്വിച്ചിന്, അല്ലെങ്കിൽ നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കുമ്പം കഴിക്കാൻ നല്ലതാണ്. അപ്പം കൊളസ്ട്രോയ്ക്ക് പിന്നെ നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോഴോ ബ്രെഡ് കഴിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ മയണീസ് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതൊരു പ്രത്യേക വളരെ ടേസ്റ്റിയും വളരെ നല്ലൊരു സ്മെല്ലും ഒക്കെയുള്ള ഒരു മയണീസാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് നോക്കണം. ഈവൻ പിള്ളേർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒത്തിരി നാളത്തേന് ഇത് ഉണ്ടാക്കി വെക്കുകയും വേണ്ട. അന്നെന്നുള്ളത് നമുക്ക് അന്നന്ന് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ ഒത്തിരി നാൾ വെച്ചേക്കുമ്പോഴാണ് ഇതിന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നല്ല ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഓയിലല്ലേ ഉപയോഗിക്കുള്ളൂ. പിന്നെ വിനെഗറാണേലും എൻ്റെ ഒരു സ്പെഷ്യൽ വിനെഗറാണിത്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു നല്ല സ്മെല്ലുണ്ട് ഈ വിനെഗറിന്. ഞാൻ കാണിച്ചല്ലോ കോക്കനട്ട് വിനെഗർ. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെങ്ങനെയായിരിക്കുന്നതെന്ന് പറയുക കേട്ടോ. പറയുമല്ലോ. അപ്പം മറക്കരുതേ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ എഴുതണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. മയണീസ് ഉണ്ടാക്കുന്നതിന് ഓയിൽ, 3 മുട്ട പുഴുങ്ങിയത്, 5-6 പീസ് ഗാർലിക്, കുറച്ച് പെപ്പർ, ഹോൾ പെപ്പർ, വിനെഗർ, സോൾട്ട്, കുറച്ച് വെള്ളം, ഇത്രയും മതി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഹെൽത്തിയാണ്. അസുഖമൊന്നും വരികയില്ല, പെട്ടെന്ന് അഴുക്കാകുകയില്ല. അപ്പോൾ ആദ്യം പുഴുങ്ങിയ മുട്ട മുഴുവനായിട്ട് തന്നെ മിക്സിയിലേക്ക് ഇടുക. ആവശ്യത്തിന് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ വിനെഗർ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് വെള്ളം കൂടെ ഇടുക. കുരുമുളക് ഇടുക. ഗാർലിക് ഇടുക, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് വരും. മുട്ടയുടെ ഉണ്ണി വേണ്ടെന്നുള്ളവർക്ക് വെള്ളം മാത്രം ഉപയോഗിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ മയണീസ് റെഡി. ഇത് വളരെ ഹെൽത്തിയാണ്. താങ്ക് യു.